പല വിദ്യാർത്ഥികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനിയും ചോദിക്കുന്ന സംശയമാണ് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ റീവാലുവേഷൻ സംബന്ധിച്ചുള്ള നിലവിലെ അറിയിപ്പ് എന്താണെന്ന്. വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് പോകാം. പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ചോദ്യമാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5ാം സെമസ്റ്റർ റിസൾട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ മുതൽ സാർ ഞാൻ റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ എന്ന്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തതാണ്. എന്നാൽ വളരെ ചുരുക്കി കുറച്ചൊരു മൂന്ന് മിനിറ്റിൽ താഴെ അല്ലെങ്കിൽ 2 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് ചുരുക്കി പറയാം. റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ വീണ്ടും ഒന്നും കൂടി വാല്യുവേഷൻ ചെയ്യും. പുനർമൂല്യനിർണ്ണയം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പേപ്പർ ആദ്യം നോക്കിയ അധ്യാപകനായിരിക്കില്ല, പുതിയൊരു അധ്യാപകൻ വന്ന് നിങ്ങളുടെ പേപ്പർ വീണ്ടും വാല്യുവേഷൻ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ കൊടുക്കാൻ 780 രൂപയാണ് ഫീസ് ഉള്ളത്. അപ്പോൾ ഒരു വിദ്യാർത്ഥി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനി എഴുതിയ പേപ്പറിൽ നിനക്ക് കൂടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അത് നീ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു ഒരു ഒരു 40 മാർക്ക് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ആ വിദ്യാർത്ഥിക്ക് 35 അല്ലെങ്കിൽ 30 മാത്രമാണ്, അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ 35 ആണ് കിട്ടിയത്. അങ്ങനെ വരാൻ സാധ്യതയില്ല. ഞാൻ 40ൻ്റെ എഴുതിയിരുന്നു, എനിക്ക് 40 തന്നെ കിട്ടണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ റീവാലുവേഷൻ കൊടുക്കാവുന്നതാണ്. എന്നിങ്ങനെ ഫോട്ടോ കോപ്പിയും അങ്ങനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ കാണാൻ സാധിക്കും. സ്ക്രൂട്ടണി നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് ഒന്നും കൂടി നിങ്ങളല്ല അവർ കൂട്ടി നോക്കും. അതാണ് സ്ക്രൂട്ടണിയുടെ ഗുണങ്ങൾ. അപ്പോൾ റീവാലുവേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. ഇനിയും റീവാലുവേഷൻ കൊടുക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഇസ് ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.